ട്രാവൽ ബാൻ നേരിടുന്ന ഒരു സുഹൃത്ത് കഴിഞ്ഞൊരു 6 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ 4 വയസ്സായ മോള് അയച്ചൊരു ഓഡിയോ എനിക്ക് അയച്ചു തന്നു. അദ്ദേഹം രാത്രി ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ ഓഡിയോ വന്ന് വീഴുമ്പോൾ തന്നെ തുറന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നെഞ്ചു പൊട്ടിപ്പോയി. കാരണം ആ കുട്ടി ഉപ്പാനോട് പറയണത്, ഉപ്പച്ചിക്ക് ഇങ്ങോട്ട് വരാൻ പൈസ ലൈറ്റാണോ? ആണെങ്കിൽ എൻ്റെ കുറ്റിയിലുണ്ട് പൈസ. കുറ്റിയെന്ന് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അറിയുന്നതാണ് ഞാൻ വിചാരിക്കണേ. അവളിങ്ങനെ ഓരോരുത്തർ കൊടുക്കുന്ന അവൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ നാണയത്തുട്ടുകൾ ശേഖരിക്കുന്ന ഇതിനാണ് പറയാം. അതിലുണ്ട് പൈസ, ഞാൻ അയച്ചു തരാം ഉപ്പച്ചി, വാ, എനിക്കുപ്പച്ചിനെ കാണാൻ കൊതിയുണ്ട് എന്നാണ്. അപ്പോൾ ആ ഓഡിയോ അദ്ദേഹം എനിക്ക് വളരെ പേഴ്സണലായി, ഒരിക്കലും മറ്റൊരാളോട് എൻ്റെ പേര് പറയരുത് എന്ന് പറഞ്ഞ് എനിക്ക് വളരെ ആത്മബന്ധമുള്ളൊരു സഹോദരനാണ്. അദ്ദേഹം അയച്ചത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത്, പ്രവാസത്തിൻ്റെ നീറ്റും നോവുമൊക്കെ വ്യത്യസ്ത തലങ്ങളിലുണ്ട്. കുടുംബവും സ്വപ്നങ്ങളുമൊക്കെ കണ്ടുവന്ന പലരും പലപ്പോഴും അവരാരാണെന്നറിയാതെ മോർച്ചറികളിൽ, തണുത്തുറഞ്ഞ ഫ്രീസറുകളിൽ ജീവിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നമ്മളാക്കിയിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആദരണീയനായ ഹാരിസ് ബിൻ സലീമിൻ്റെ കൂടെ സ്നേഹക്കൂടിൽ ഒരിക്കൽ ഞങ്ങളൊരു എപ്പിസോഡ് ചെയ്യണ്ടായി. കൂടണയാത്ത ഇണക്കിളികൾ എന്നായിരുന്നു അതിന് ടൈറ്റിൽ കൊടുത്തത്. അതിൻ്റെ കാരണം ഒരു സഹോദരിയുടെ മെസ്സേജായിരുന്നു. ആ മെസ്സേജിലുണ്ടായിരുന്നത്, അവരുടെ അയൽക്കാരൻ ഒരു വ്യക്തി അടുക്കളവാതിലിലൂടെ അവരെ കയറി പിടിച്ചു, അവരെ ദ്രോഹിച്ചു, അവർ കുതിര മാറി ഓടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞപ്പോൾ, എടി എങ്ങനെ ഞാൻ വരും? അയാളുടെ മുന്നിലെ സാമ്പത്തിക ബാധ്യതകളുടെ കൂമ്പാരങ്ങളും നീണ്ട പ്രവാസത്തിനിടയിൽ മറ്റൊരു തൊഴിലും അറിയാതെ നാട്ടിലേക്ക് വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന അസ്വസ്ഥതകളുമൊക്കെയാണ് ആ മനുഷ്യൻ്റെ വേദനയുടെയും നൊമ്പരത്തിൻ്റെയും ഒക്കെ കാരണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ ലോക മാനസികാരോഗ്യ ദിനത്തിൽ മാനസികാസ്വസ്ഥതകളെക്കുറിച്ച് ഒരു ചെറിയ ഖുതുബ പറഞ്ഞു. അപ്പം അതിൻ്റെ റെസ്പോൺസായി കുറേ ആളുകളുടെ, ഇനി അങ്ങനത്തെ ഒരു ഖുതുബ നമ്മൾ പറയില്ല എന്ന് തോന്നുന്ന നിലക്കുള്ള കുറേ റെസ്പോൺസ് എനിക്ക് വളരെ വ്യക്തിപരമായി കിട്ടി. അത് ആ ഖുതുബ അപ്ലോഡ് ചെയ്യണേ യൂട്യൂബ് ചാനലിലെ സുഹൃത്തിനും ചിലതൊക്കെ കിട്ടി. അതിലൊരാൾ പറഞ്ഞെന്തറിയാം, മൗലവി, ഞാൻ നീണ്ട വർഷങ്ങൾ പ്രവാസിയായിരുന്നു, നാട്ടിൽ വന്നു, ഇപ്പം എന്നെ ഭാര്യ മക്കളൊക്കെ ഉപേക്ഷിച്ചു. എന്താണ്, അദ്ദേഹത്തിന് ഒരു ചെറിയ ആൾക്കൂട്ടത്തിൽ പോലും നിൽക്കാൻ കഴിയൂല. 2 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 2-3 വട്ടം ഇറങ്ങണം, ആളില്ലാത്ത ബസ് നോക്കി കയറണം. ആൾക്കൂട്ടം ഒരു പ്രതിസന്ധിയായി മാറുന്ന വല്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ പറയുന്നത്, പ്രവാസത്തെക്കുറിച്ച് ചോദിച്ചാൽ 2-3 പ്രതികരണങ്ങൾ കിട്ടും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഖത്തറിൽ പോയിരുന്നു. അപ്പോൾ ഒരു ചോദ്യാവലി പബ്ലിഷ് ചെയ്തു. നിങ്ങൾ ഖത്തറിൽ ജീവിക്കുന്നത് എനിക്ക് ഡബിൾ ഓക്കെയാണ്, ഞാൻ ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഓക്കെയാണ്, ഞാനിവിടെ സന്തോഷവാനാണെന്ന് എഴുതിയ ആൾക്കാരുണ്ട്. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ട്, നിർവാഹമില്ല എന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾ എത്ര സ്വസ്ഥതയിലാണെങ്കിലും പ്രവാസത്തിന് ചില നഷ്ടങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മതപരമായി, സാമൂഹികമായി, കുടുംബപരമായി, വ്യക്തിപരമായി നമുക്ക് ചില നഷ്ടങ്ങളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലേറ്റവും ഒന്നാമത്തെ നഷ്ടം നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ്. മാതാപിതാക്കൾ ബിർറുൽ വാലിദൈനുണ്ട്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലുണ്ട്, അവരുടെ കൂടെയുള്ള മുസാഹബത്തുണ്ട്, മാതാപിതാക്കളുടെ കൂടെയുള്ള ഒന്നിച്ചുള്ള ജീവിതമുണ്ട്. ഇതൊരു ചലഞ്ചായി എടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാം. അറഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫുഹു സുമ്മ റഗിമ അൻഫുഹു എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന്, മൻ അദറക വാലിദൈഹി ഇൻദൽ കിബർ അഹദുഹുമ ഔ കിലാഹുമ സുമ്മ ലം യദ്ഖുലിൽ ജന്ന എന്നാണ്. മാതാപിതാക്കൾ രണ്ടാളും അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരിക്കെ അവരെ സ്നേഹിച്ചും സേവിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും സ്വർഗം നേടാൻ കഴിയാത്ത വ്യക്തി, അവൻ
നശിക്കട്ടെ, അല്ലെങ്കിൽ അവൻ മുഖം കുത്തട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞുവെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ആ വലിപ്പത്തിൽ ആ വിഷയത്തെ കണ്ടാൽ മതിയോ എന്ന കാര്യം നമ്മൾ വലിയ കാര്യത്തിൽ ആലോചിക്കണം. പൊതുവേ മാതാപിതാക്കൾ ചെയ്യുന്ന രൂപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷമമില്ലാതിരിക്കാൻ വേണ്ടി ആണ് അവർ മൊത്തം സംസാരിക്കുക. ഇവിടെ ഓക്കെയാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ ഒരു ആവശ്യമില്ല എന്നുള്ള നിലക്കായിരിക്കും പൊതുവേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഒരു പ്രായം വരെ അവർക്ക് അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അവർക്ക് പറ്റും. എല്ലായ്പ്പോഴും ഒരേപോലെയല്ല. ഇന്ദൽ കിബർ, അവർക്ക് വാർദ്ധക്യമാകുമ്പോൾ എന്ന പ്രയോഗത്തെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം. നമ്മൾ നമ്മുടെ മക്കളെ കൂടെ ജീവിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാലോ. അതേ ആഴത്തിലും അതേ ആവേശത്തിലും നമ്മുടെ മാതാപിതാക്കളും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിൽ ഒരിക്കൽ ഒരു വീഡിയോ ദൃശ്യം കണ്ടു. എന്താ വീഡിയോ ദൃശ്യം? ഒരാൾ ഫോണും കൊണ്ട് ഒരു മൊബൈൽ ഷോപ്പുകാരൻ്റെ അടുത്ത് ചെന്നിട്ട് പറയണം, മോനെ ഈ ഫോണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്ക്, നീ എൻ്റെ മോൻ്റെ കോളൊന്നും ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ അയാൾ നോക്കിയിട്ട് ഇതിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ ആ പാവം ഉപ്പ വിചാരിക്കണത് ഒരു സ്റ്റോറി ആണെങ്കിലും, ഒരു സാമൂഹികമായി മനുഷ്യന്മാരെ ചിന്തിപ്പിക്കാനുള്ള സ്റ്റോറി ആണെങ്കിലും ഒരു വലിയ പാഠമുണ്ട്. മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരു രൂപം നമുക്കേന്ന് കിട്ടും, അല്ലേ? മാതാപിതാക്കൾ ചിന്തിക്കുന്ന രൂപം നമുക്ക് കിട്ടും. എന്തോ ഈ ഫോണിന് കേടുള്ളതുകൊണ്ട് മോൻ വിളിച്ചിട്ട് കിട്ടാത്തതാണെന്നാണ്. പലപ്പോഴും നമ്മൾ വിളിക്കുമ്പോൾ ഭയങ്കര പൈസ ചിലവാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവരെ സംസാരം ഭയങ്കര കുറക്കണത്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമുക്ക് സ്ഥിരപരിചിതമായ ചില ഹദീസുകൾ, ചില വചനങ്ങൾ, അതിൻ്റെ ഇടയിൽ നിന്ന് ആത്മപരിശോധനയുടെയും ആത്മവിമർശനത്തിൻ്റെയും പുതിയ ചില തലങ്ങൾ നമ്മൾ സ്വയം തുറന്നു വെക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നിനക്ക് പ്രായമായ മാതാപിതാക്കളില്ലേ? ജിഅ്തു ഉബായുക അലൽ ഹിജ്റ വതറക്തു അബവായ യബ്കിയാൻ, അല്ലേ? പ്രവാചകനോട് അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ജിഹാദിന് പോകാൻ വേണ്ടി വന്നതാണ് നബിയെ, പക്ഷെ ഞാൻ വരുമ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ വിഷമമുണ്ട്, അവർ കരയാണെന്ന് പറഞ്ഞപ്പോൾ ഇർജി ഇലൈഹിമാ ഫഅൽഹിഖുഹുമാ കമാ അബ്കൈതഹുമാ, നീ അവരെ കരയിപ്പിച്ചത് എങ്ങനെയാണോ അതിലേറെ ഉഷാറായിട്ട് നീ അവരെ ചിരിപ്പിക്കണം എന്നാണ്. അപ്പൊ അവിടെ അവരുടെ കൂടെ ഇരിക്കലും അവരുടെ കൂടെ തമാശ പറയലും അവരെ സന്തോഷിപ്പിക്കലും ഒക്കെ ബാധ്യത തന്നെയാണ്. അവർക്ക് വേണ്ട മരുന്ന് നമ്മൾ എത്തിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നു, അവരെ നല്ല വണ്ടിയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, ഒക്കെ നമ്മൾ വളരെ ഉഷാറായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അതിലുപരി അവരുടെ അരികത്ത് നിന്ന് അവർക്ക് ശരിയായ സേവനങ്ങൾ കൊടുക്കലും അവരെ ശരിയായി സംരക്ഷിക്കലും അത് പൂർണ്ണാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്നത് നമ്മൾ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം, ശരിയായ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ ആ തീഷ്ണമായ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ അത് അവരൊരിക്കലും അത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല. വലിയ കൊട്ടാരം പോലത്തെ വീട്ടിൽ അവർ തനിച്ച് താമസിക്കുകയാണ്. ലോകം പുതിയൊരു ഡൈവേർഷനിലേക്ക് പോവുകയാണ്. എന്താ? ഇതിൻ്റെയൊക്കെ ബിസിനസ് സാധ്യതകൾ കണ്ട ആളുകൾ പല സംവിധാനങ്ങളൊന്നും തുടങ്ങുന്നുണ്ട്. പഴയ വൃദ്ധസദനങ്ങൾക്കെതിരെയുള്ള വമ്പിച്ച ക്യാമ്പയിനുകൾ അതിപ്പോൾ പുതിയ ദിശയിലേക്ക് മാറുകയാണ്. എന്താ? മക്കളും കുടുംബങ്ങളൊക്കെ UK-യിലേക്കും US-ലേക്കും യൂറോപ്പിലേക്കും GCC-ലേക്കൊക്കെ പോകുമ്പോൾ ഇനി ഏറ്റവും നല്ല മക്കൾ ആരാണ്? മാതാപിതാക്കളെ അവർക്ക് വേണ്ടിയിട്ടുള്ള വെൽനസ് സെന്ററുകളിൽ, ഓൾഡ് ഏജ് ഹോമുകൾ എന്നുള്ള പേര് മാറ്റി അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സംരക്ഷണത്തിന്റെ ഇടങ്ങളിൽ കൊണ്ടയാക്കി ശരിയായ തുക കൊടുത്താൽ ഉത്തരവാദിത്തമായി എന്ന് അടുത്തൊരു ഭാവി ചിന്തിക്കാൻ പോവാണ്. അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ചക്കെടുക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ കൈവിരലുകൾ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ, അവരെ ചേർത്തിരുത്തുമ്പോൾ, പനിയുണ്ടമ്മ എന്ന് ചോദിച്ച് നെറ്റിയിൽ ഒന്നിങ്ങനെ കൈവെക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഏത് മെഡിസിനേക്കാളും, അവരുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഏത് സ്റ്റീറോയിഡിനേക്കാളും, ഏത് ഇഞ്ചക്ഷനേക്കാളും വലിയ ഔഷധമാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഇതെന്തായാലും നിങ്ങൾ ഡബിൾ ഓക്കെ ആയി ഇവിടെ ജീവിച്ചാലും മാതാപിതാക്കൾ അവിടെയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ശരിയായ സംരക്ഷണം കിട്ടുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യണം എന്നാണ്. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നാണ്. അല്ലെ? നമ്മളെല്ലാവരും ഈ തണുത്തുറഞ്ഞ രാത്രിയിലൂടെ ഒത്തുകൂടിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇപ്പോഴുള്ളതിലേറെ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് തീർച്ചയായും ഇന്നത്തെ രാത്രിയിൽ നമുക്ക് കിട്ടിയ ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, സഈദ് ഇബ്നു ആമിർ പറയാണ്, ബാത അഖി ഉമർ യുസല്ലി, എൻ്റെ അനിയൻ ഉമർ അപ്പുറത്തെ മുറിയിൽ രാത്രിയിൽ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ എൻ്റെ വീടിൻ്റെ
കതകിന്റെ ഉള്ളിലൂടെ അവന്റെ ഖുർആൻ പാരായണം ഇങ്ങനെ കേൾക്കാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ഉമ്മയുടെ കട്ടിലിരുന്ന് എൻ്റെ ഉമ്മയുടെ കാല് തിരുമ്മിക്കൊടുക്കുന്ന എൻ്റെ രാത്രിയാണ് സുജൂദിലും റുക്കൂയിലും പ്രാർത്ഥനയിലും കഴിയുന്ന എൻ്റെ സഹോദരന്റെ രാത്രിയെക്കാളും മനോഹരം എന്നാണ്. പരികത്തുണ്ടായി കൂടെ നിന്ന് ചേർന്ന് നിന്ന് ഈ പറയുന്ന ഞാനടക്കം നമ്മളൊക്കെ എന്തൊക്കെ വലിയ ലോകം തുറന്നു വെച്ചാലും സഹോദരങ്ങളെ, എത്രയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചാലും തീരാത്ത ഒന്നാണത്. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയത്തിൽ ഇങ്ങനെ തവാഫും കഴിഞ്ഞ് ഒരിടത്ത് വിശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഉമ്മയെയും കൊണ്ട്, വയോധികയായ ഉമ്മയെ ഇങ്ങനെ തോളിൽ വെച്ച് തവാഫ് പൂർത്തിയാക്കി ഉമ്മയെ നിലത്തിറക്കി വെച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചോ? ഞാൻ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നു, എൻ്റെ ഉമ്മയുടെ ആഗ്രഹം ഞാൻ പൂർത്തീകരിച്ചു കൊടുത്തു, ഞാൻ എൻ്റെ ഉമ്മയോടുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ആ സ്വഹാബി കൊടുത്ത ഉത്തരം എന്താ അറിയോ? നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാൻ വേണ്ടി ഇങ്ങനെ കുട്ടി പുറത്തേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോഴേ ആ ഒരു ശ്രമത്തിലുള്ള വേദന ഉണ്ടല്ലോ, ആ ഒരു ശ്രമത്തിലുള്ള ഒരു വേദനക്ക് പോലും, പ്രസവ വേദനയുടെ ഒരു ശ്രമത്തിലെ ഒരു വേദനക്കുള്ളത് പോലും നീ നിന്റെ ജീവിതം കൊണ്ട് നിർവഹിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഒരു പ്രായമാകുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ രോഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുമ്പോൾ, അവർക്ക് ആൾഷിമേഴ്സ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും, മറവി രോഗം തുടങ്ങിയിട്ടുണ്ടാകും, പാർക്കിൻസൺസ് തുടങ്ങിയിട്ടുണ്ടാകും. പാർക്കിൻസൺസ് ഉപ്പാക്ക് തുടങ്ങിയിട്ടുണ്ട്, കൈ വറക്കണ അസുഖം തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ കയ്യിൽ നിന്ന് പിന്നെ ഫോണ് വീണ് ഉടയുമ്പോ അടുത്തൊരു ഫോണ് കൊടുക്കുമ്പോ ഇതൊന്ന് നേരെ പിടിച്ചോണ്ടിട്ടപ്പാ എന്നൊരു വാചകം മതി ആ ഉള്ളു പിടയാൻ. ഒരു സംശയമില്ല. ചിലപ്പോഴൊക്കെ നമുക്കറിയാത്ത, നിർവചിക്കപ്പെടാത്ത പല രോഗങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ടാവും. അത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ലൈംഗികമായ ഡിസോർഡറുകളായിരിക്കും. ചിലപ്പോ നമ്മളെയും നമ്മുടെ കുട്ടികളെയും ഒക്കെ, നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളെയൊക്കെ അവർ കൈകാര്യം ചെയ്യുന്നിടത്തൊക്കെ വളരെ കൃത്യമായി, ഇപ്പൊ നമ്മുടെ പീസ് റേഡിയോ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ പോകുന്ന ആളുകൾ എന്നുള്ളവർക്ക് നമുക്ക് വളരെ നേരിട്ട് ഫീൽ ചെയ്ത ചില വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ ശരിക്കും ഈ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഏറ്റവും ഇത് ഗൗരവതരമായി നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മളെ ചില പാരൻസ് ചികിത്സക്ക് വില്ലിങ് ആകൂല. ഇപ്പൊ ഷുഗറൊക്കെ വരുമ്പോൾ അവരുടെ കയ്യും കാലും ഒക്കെ മടങ്ങി തുടങ്ങിയിട്ടുണ്ടാവും. അത് ചികിത്സ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മളത് കാണുന്നത്, അല്ലേ? അപ്പോ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ പറയണത് ഇതിപ്പോ ഫോർത്ത് സ്റ്റേജ് പിന്നിട്ടു, കുറച്ച് നേരത്തെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നൊരു വാക്ക് ഡോക്ടർ പറഞ്ഞത് മതിയാകും ഒരുപക്ഷെ ജീവിതകാലം മുഴുവൻ പിന്നെ ഒരു ഡിപ്രഷന്റെ മാറാരോഗവുമായി ജീവിക്കുന്ന ഒരാളായി നമ്മൾ മുന്നോട്ട് പോകാൻ. പിന്നെ ജീവിതം മുഴുവൻ എൻ്റെ ഉപ്പനെ ഞാൻ ശ്രദ്ധിച്ചില്ലേ എന്നുള്ളൊരു അസ്വസ്ഥത വല്ലാതെ ഉണ്ടാകും. ആ മയ്യത്തും കട്ടിലിന്റെ അരികിൽ ഇരിക്കുമ്പോൾ, മറവ് ചെയ്തതിന് ശേഷം കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി, കൊച്ചിയിൽ ഇറങ്ങി, കണ്ണൂരിറങ്ങി നമ്മുടെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓർമ്മ വരും, അവർ നമ്മളോട് പറഞ്ഞതും സംസാരിച്ചതൊക്കെ. മാത്രമല്ല, ഞാൻ സഹോദരിമാരോടും പറയാണ്, മിക്കവാറൊക്കെ വീടുകളിൽ ഭർത്താവിൻ്റെ ഉമ്മയും നമ്മളും തമ്മിലുള്ള ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകും. ആ സംഘർഷത്തിൽ ഈ ഭർത്താവിന് ഒരുപാട് നിസ്സഹായതകളുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറെ രീതിയുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതെൻ്റെ ഉപ്പയാണ്, അതെൻ്റെ ഉമ്മയാണ് എന്ന് ചിന്തിക്കാണ് വേണ്ടത്. നമ്മൾ വേഗം അതിന്റെ ഫിഖ്ഹിലേക്ക് പോകും. ഫിഖ് എന്താ? ഭർത്താവിൻ്റെ ഉപ്പയെയും ഉമ്മയെയും നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടോ, അതെന്റെ ദീനിയായ കടമയിൽപ്പെട്ടതാണോ എന്നിടത്തേക്കാണ് പലപ്പോഴും ആളുകൾ പോകാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ എത്ര നല്ല ശമ്പളത്തിലും എത്ര നല്ല കമ്പനീന്റെ കാറും ഒക്കെ ഉണ്ട് ജീവിക്കുന്നുണ്ടെങ്കിലും മാതാപിതാക്കൾ ഇവിടെ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിക്കും നല്ലൊരു മൊഡ്യൂൾ വേണം. ആ മൊഡ്യൂൾ എന്താണ്? മാതാപിതാക്കളുടെ ഫ്രഷായ ടൈം നോക്കി അവരെ ഫോണിൽ വിളിക്കാനും വീഡിയോ കോൾ ചെയ്യാനും, നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നമ്മളെക്കുറിച്ച് കുറെ ആശങ്ക അവർക്ക് ഉണ്ടാകും. ആ ആശങ്കകൾക്കൊക്കെ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ അവരോട് സംസാരിക്കാനും, നമ്മളെ ഫോൺ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരത്തിന് പിന്നെ അവരിങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചിരിക്കണേ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ വേണം. ഇനി മാതാപിതാക്കൾ കൂടുള്ളവർ തന്നെ വെറുതെ ചിന്തിച്ചു നോക്കി, നിങ്ങൾ സ്വന്തം വാപ്പാനി ഉമ്മാനിയൊക്കെ കഴിഞ്ഞൊരു 6 മാസത്തിൻ്റെ ഇടയിൽ ഉമ്മ കൊടുത്ത ആളുകളൊന്ന് ചിന്തിച്ചാണി. ഒരു കൊല്ലമായി എടുക്കാം നമുക്ക്, ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഉമ്മ കൊടുത്ത ആളുകൾ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ വലിയൊരു ചേഞ്ചാണത്, അല്ല വലിയ ചേഞ്ചാണ്. നമുക്ക് അതിലൊക്കെ ഒരു ചമ്മലാണ്. ഇനി നമ്മൾ ഉമ്മ കൊടുത്താലും ചിലപ്പോൾ ചില രക്ഷിതാക്കളൊക്കെ ഇപ്പം എന്തായിരിക്കും പറയാം, എന്തേപ്പോൾ ഇങ്ങനെ ഒരു ഉമ്മ തരാൻ, ഇങ്ങനെയാണ് ചിന്തിക്കുക. ചില കാരണന്മാരൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മളിതൊരു സ്പീച്ചിൽ പറഞ്ഞിട്ടേ ഒരാൾ പോയി ഉമ്മ കൊടുത്തിട്ട് ആൾ പിന്നീട് ഭയങ്കര ചിരിച്ചിട്ട് വിടണേ. അപ്പോൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ സ്വത്തൊന്നും ഓഹരി വെക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയുണ്ട്. അപ്പം നിങ്ങളെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ,
ഞാൻ ഒന്നും പറഞ്ഞില്ല, എനിക്കറിയാം വാപ്പ എന്താ പറയാന്ന്. മനസ്സിലായില്ലേ? ഇനി ഇവർക്ക് നമ്മളിങ്ങനെ ഈ മരുന്നും സംഗതിയും കാര്യമൊക്കെ കൊടുക്കൽ മാത്രമല്ല, ഇതിന്റെ ഒന്നാമത്തെ കാര്യം ആ വാപ്പാന്റെ ഉമ്മാന്റെ ഹിദായത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കലുണ്ട്? ചില ആളുകളൊക്കെ ആദ്യം തന്നെ തീരുമാനിച്ചു വെക്കും, മൂപ്പരൊന്നും നേരാകാൻ പോണില്ല, ഒരുപാട് കാലമായി, 10-80 കൊല്ലായി കേട്ടോ. നമ്മുടെ ഒരു സുഹൃത്ത് ഈ ഓല കാസറ്റുള്ള കാലത്ത്, ഓല കാസറ്റ് അവസാനിച്ച് CD ക്ക് മാറുന്നതിന് തൊട്ട് മുമ്പാണ്, ഞാൻ ജാമ്യനിധിയിൽ 3-ാം വർഷം പഠിക്കുന്ന സമയം, ഞാൻ കറക്റ്റ് ഓർക്കുന്നു. അദ്ദേഹം പെട്ടി കൊണ്ടുവന്നപ്പോൾ പെട്ടി കൊണ്ടുവരലിനൊക്കെ ഒരു പെട്ടി കൊണ്ടുവരലിന്റെ ടേസ്റ്റ് ഇന്നുള്ളതിന്റെ 1000 ഇരട്ടിയുള്ളൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? ആ കാലത്തൊക്കെ ജീവിച്ച കുറെ പ്രവാസികളോട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നമ്മളെ പോക്കിനും വരവിനൊക്കെ ഡ്യൂറേഷൻ കുറഞ്ഞു. പോരാത്തതിന് നാട്ടിൽ തന്നെ ഇവിടെയുള്ളതൊക്കെ കിട്ടുന്ന ഒരു അന്തരീക്ഷത്തേക്ക് വന്നു. ഇവിടെയുള്ള ഏത് മിഠായി അവിടെ കിട്ടും. ആ ഗൾഫിന്റെ പവർ കാണിച്ചിരുന്ന മറ്റേ മിഠായി ഉണ്ട്, ഒരു 8-9 കളറുള്ള മിഠായി ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ അവിടെ തന്നെ കിട്ടും. അപ്പോൾ ആ കാലത്ത് പെട്ടി ഇങ്ങനെ തുറക്കണം അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിങ് ആണ്, വാപ്പാനും ഉമ്മാനെയും കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിങ് ആണ്. എന്താ പ്ലാനിങ്? അദ്ദേഹത്തിന്റെ പ്ലാനിങ് ഓരോരുത്തർക്കുള്ള എടുത്തു കൊടുത്തു, എല്ലാവർക്കുള്ള എടുത്തു കൊടുത്തു. ഉമ്മാക്കുള്ള കുറച്ച് പ്ലേറ്റ്, കുറച്ച് കത്തി, അങ്ങനെയാണല്ലോ മകാക്ക് വേണ്ടി വരിക അല്ലേ? മകാക്ക് വേണ്ടി നമ്മൾ ഭയങ്കര സയന്റിഫിക് ആയ സാധനം കൊണ്ടുവരുന്ന കാര്യം ഉണ്ടാവില്ല. ഓർക്ക് ഓരോ കാലത്തും ഓരോ ഇതിലും നിന്നിട്ടുള്ള സാധനമാണ് കൊടുക്കേണ്ടത്. അവസാനം ഒരു 8 കാസറ്റ് എടുത്തെടുത്തു, മരണാനന്തര ജീവിതം കാസറ്റ് എടുത്തു. ഉമ്മക്ക് ഭയങ്കര തൃപ്തിയായി. വാഴലാണ് ഉമ്മ, പ്രസംഗാണെന്നല്ല പറയണ്ടേ, വാഴലാണെന്നാ പറയണ്ടേ കേട്ടോ, പ്രസംഗം തന്നെ ശരിയാവില്ല. വാഴലാണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിലെ ചിലത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവും, അപ്പം നിങ്ങൾ ഇങ്ങോട്ട് ഇഷ്ടമായി എന്ന് പറയരുത്. ചിലത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നും, അപ്പം പ്രശ്നമായി എന്നും പറയരുത്. ഇത് കേട്ട് കഴിഞ്ഞിട്ട് ഇതും കൂടി കേൾക്കണം. അടുത്തത് മാല മൗലൂദ് എന്നുള്ള ഒരു സീരീസാണ് കൊടുത്തത്. അപ്പോൾ ഉമ്മ ചിലതൊക്കെ കേൾക്കുമ്പോൾ ഉമ്മക്ക് ഭയങ്കര ദുഷിച്ചാത്മാവിൻ്റെ മരണവും സത്യാത്മാവിൻ്റെ മരണമൊക്കെ ഇങ്ങനെ കടന്നുപോയി. പിന്നെ അങ്ങനെ യാസീനോത്തിനോടത്തുക്കും അങ്ങനെ കയറിപ്പോവുകയാണ്. അപ്പോൾ ഉമ്മ ഇടയ്ക്ക് പണങ്ങനുണ്ട്. അപ്പം മോനും ഉമ്മയും തമ്മിൽ കരാറാക്കി, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളിത് ഫുള്ള് കേൾക്കണം. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉമ്മ മോനോട് ആവശ്യപ്പെട്ടു, ഉമ്മ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർക്ക് 313 വക ഏടൊക്കെ വാങ്ങിക്കൊടുത്ത് ഓലൊക്കെ സ്വീപ്പാക്കിയ ആളാണ്. അതുകൊണ്ട് നമുക്ക് ആ ഉസ്താദിനെ കിട്ടണം, നമ്മളെ വീട്ടിലൊരു ക്ലാസ് വെക്കണം. ആ ഉസ്താദിനെ അങ്ങനെ എല്ലാ വീട്ടിൽ കൂടിയും കൊണ്ടുവന്നാൽ നടക്കില്ലല്ലോ അല്ലെ? നിങ്ങൾക്ക് കാണാൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഹുസൈൻ സൽഫിന്റെ പരമ്പരയാണ്. അപ്പോൾ ആ വീട്ടിൽ പോയി ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറയണ്ടേ, ഞാൻ ഇത് കറക്റ്റ് ഓർക്കുന്നു എന്ന്. ഞാൻ ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല ക്ലാസ് അതായിരിക്കും ഞാൻ വിചാരിക്കണം. അമ്മാൻ്റെ ഒരു സ്വാഗത പ്രസംഗം ഉണ്ട്, ഇത് എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ്, അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞുതരും എന്ന് പറഞ്ഞ് കുറേ ആ സദസ്സിൽ വെച്ചൊരു സഹോദരി ചോദിച്ചു, മാല മൗലൂദുകളും അറബിയിലാണ്, ഖുർആൻ അറബിയിലാണ്, പിന്നെ ഇതെന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ സൂക്ഷ്മമായി നമുക്ക് ഒരുപാട് പ്ലാനിങ്ങുകൾ തീർച്ചയായും ഉണ്ടാക്കാനുണ്ട് എന്ന പോയിന്റാണ് ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. അപ്പൊ അതിൽ പ്രായോഗികമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. രാവിലെ, ഉച്ചക്കും, വൈകുന്നേരവും, രാത്രിയും ഒക്കെ, ഒക്കേഷണലി ഒക്കെ, അങ്ങനെ പല പല കാര്യങ്ങളിൽ ഓരോരുത്തരുടെയും മാതാപിതാക്കളുടെ ഇഷ്ടങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് നമ്മളും ഭാര്യയും കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട്, അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരിക്കും പേരക്കുട്ടികളോടുള്ള സംസാരം. ഈ പേരക്കുട്ടികൾ എന്ത് ചെയ്യില്ല, ഫോണിന്റെ മുന്നിൽ വരില്ല, വന്നാൽ സംസാരിക്കൂല, ഇവർക്കൊരു ബന്ധം ഉണ്ടാവില്ല. അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ചെറിയ പ്രായത്തിൽ തന്നെ അത് ട്രെയിൻ ചെയ്ത് അവരെ കൊണ്ട് സന്തോഷമുള്ള വാക്കൊക്കെ പറയിപ്പിച്ച് അങ്ങനെ തന്നെ വേണം കേട്ടോ. എൻ്റെ ഉമ്മിപ്പിയും ഇവിടെ മദീനയിലുണ്ട്, എൻ്റെ ബ്രദറിൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഉമ്മമ്മ പോണ വിമാനമാണ് അത് പറഞ്ഞു. ഉമ്മമ്മ പോയ അപ്പം ഞാൻ നേരെ ഷൂട്ട് ചെയ്തിട്ട് ഉമ്മാക്ക് അയച്ചു കൊടുത്തു. ഉമ്മാക്ക് എന്തൊരു സന്തോഷം, മോളെ കൊണ്ടത് പറയിപ്പിച്ചിട്ട് നേരെ ഉമ്മാക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് മനസ്സിൽ വെച്ച് നടക്കുകയാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ടാകും. അതൊന്ന് പോയിട്ട് ഇന്ന് കുടുംബമായി ജീവിക്കുന്നവരത് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ സദസ്സിൽ തന്നെയുള്ള എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സിനൊക്കെ തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. അവർ ഒരാളെപ്പോഴും അവിടെ ഉണ്ടാവും, മാതാപിതാക്കളുടെ അടുത്തുണ്ടാവും. 2-3 ആളിൽ ഒരാളെപ്പോഴും മാതാപിതാക്കൾ. അതൊക്കെ വലിയ തീരുമാനങ്ങളാണ്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഉമ്മാക്ക് 4th സ്റ്റേജ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ ജോലി നേരെ റിസൈനിങ് ലെറ്റർ കൊടുത്തു, ഉമ്മാൻ്റെ കൂടെ നിന്നു. ഒക്കെ നല്ല ഉഷാറായിട്ട് ഉമ്മാൻ്റെ കബറിങ്ങ ഉമ്മാനെ മണ്ണിൽ വെച്ച് ഒക്കെ കൈകാര്യം ചെയ്ത് സ്വസ്ഥമായിട്ട് എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം രണ്ടാമത് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു. ആകെ 2 ആൺകുട്ടികളുള്ള ഒരു കുടുംബമാണ്. അവിടെയൊക്കെ ആ ജോലിക്ക് റിസൈൻ ചെയ്യാന്നൊക്കെ പറയുന്നത് ആലോചിക്കുമ്പോൾ വലിയ സംഗതി ഉള്ളതാണ്. പക്ഷേ ഈ ഹദീസുകളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് അത്തരം ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടാകേണ്ടി വരും. അപ്പം ഞാൻ പറയണത്, നമുക്ക് ചില നഷ്ടങ്ങളുണ്ടെന്നാണ്. ഇനി നമ്മളെടുത്ത് വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൂടി ഞാനൊന്ന് വേഗത്തിൽ പറയാൻ ശ്രമിക്കുകയാണ്. അതിലൊന്ന്, വിവാഹം ആവശ്യമില്ലാതെ നീളും. വിവാഹപ്രായമായാലും എന്ത് ചെയ്യും, വിവാഹം ആവശ്യമില്ലാതെ നീട്ടിക്കൊണ്ടോണെ ആൺകുട്ടികളെയും പെൺകുട്ടികളൊക്കെ ഇടയിൽ ഇത്തരം ഒരു വലിയ പ്രവണത ഉണ്ടാകും. ഇനി വിവാഹം കഴിക്കാൻ വിചാരിച്ചാൽ തന്നെ 4 ദിവസത്തിനോ പാഞ്ഞോണ്ട് വരും.
ഇതെന്തോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ എന്തോ സാധനം ബുക്ക് ചെയ്ത് വാങ്ങണേ ലാഘവത്തോടെ വരിക. വാപ്പിയുമൊക്കെ ഒരു കല്യാണം അവിടെ നോക്കി വെച്ചിട്ടുണ്ടാവും. ആ നോക്കി വെച്ചത് ഓൻ പോയി കാണും, അതന്നെ സെറ്റാക്കും, കെട്ടും, ഓൻ തിരിച്ചും കെട്ടന്നെ പറക്കും. നമ്മളൊക്കെ വളരെ പബ്ലിക്കായ ആളുകളോട് പറയും പെൺകുട്ടികളെ കാണിച്ചു കൊടുക്കും ചെയ്യരുത്, കെട്ടിച്ചു കൊടുക്കും ചെയ്യരുത്. അപ്പം നിങ്ങൾ പറയും അതൊക്കെ പ്രവാസിയുടെ പ്രയാസമാണ്. പ്രവാസി ഇത് ഒരു ഷവർമ വാങ്ങണ പരിപാടിയൊന്നുമല്ല. ഒരു ഷവർമ വാങ്ങണ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട കാര്യം നല്ലത്. അത് വിചാരിച്ചാൽ അതിനൊക്കെ ടൈം ഉണ്ടാകും, അതിനൊക്കെ രൂപം ഉണ്ടാക്കാൻ പറ്റും, അതിനൊക്കെ രീതി ഉണ്ടാക്കാൻ പറ്റും. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും കൃത്യമായ പ്ലാനില്ല, ഇതിലൊന്നും കൃത്യമായ ചിന്തയില്ല, ഇതിലൊന്നും കൃത്യമായ ആലോചനയില്ല. അതിനാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല, വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ഒന്നുമല്ല. മൻ തസവ്വജ ഫഖദ് ഇസ്തക്മല നിസ്വദ്ദീനി. ഒരാൾ വിവാഹം കഴിക്കുന്നതോടുകൂടെ ദീനിന്റെ പാതി അയാൾ പൂർത്തിയാക്കി. ഫല്ലസ്തഖില്ലാഹ ഫി നിസ്ഫിൽ ബാഖി. ഇനിയൊരു ബാക്കിയുണ്ട്, ഇനിയൊരു പകുതി ഉണ്ട്, അതവൻ അതിൽ പരിശ്രമിക്കട്ടെ എന്നാണ്. അപ്പൊ ഇത് നിസ്കാരം നമുക്ക് ബാധ്യത ഉള്ളതുപോലെ, നോമ്പ് നമുക്ക് ബാധ്യത ഉള്ളതുപോലെ, വിവാഹം അങ്ങനെ ബാധ്യതയാക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒരു അതാണ് ശരിയായ തവക്കുല്, അല്ലേ? കാർക്കിച്ചു തുപ്പുന്ന കഫത്തിൽ ബ്ലഡിന്റെ കണ്ടന്റ് കണ്ടു തുടങ്ങുന്ന അന്ന് കണ്ടന്റ് വാരി പിടിച്ചിട്ടടി സാരല്ലോ എന്ന് പറയാൻ ഒരാൾ ഉണ്ടാകുമ്പോ, അതെത്ര പ്രായമുള്ള ആളാണെങ്കിലും, അതെത്ര കണ്ണു കാണാത്ത ഭാര്യയാണെങ്കിലും, അതെത്ര കാഴ്ചയില്ലാത്ത ഭർത്താവാണെങ്കിലും അതൊരു വലിയ സംഭവം തന്നെയാണ്. ഒരു സംശയം അതിലില്ല. അത് ജീവിതം കൊണ്ട് ബോധ്യപ്പെടേണ്ടതായിരിക്കും. ഭാര്യയില്ലാതെ ഉറങ്ങുന്ന ആദ്യ രാത്രിയിൽ മാത്രം ബോധ്യപ്പെടുന്ന, ഭർത്താവില്ലാതെ ഉറങ്ങുന്ന ആദ്യ രാത്രിയിൽ മാത്രം ബോധ്യപ്പെടുന്ന ഒന്നായിരിക്കും. അധികം ബഹളങ്ങൾ ഉണ്ടാക്കാത്തൊരു ആംബുലൻസ് പതിയെ വീട്ടുമുറ്റത്ത് വന്ന് നിർത്തി അതിന്റെ ഫ്രീസറിൽ നിന്ന് തണുത്തുറഞ്ഞ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്ന് അതിൽ ചൂടുള്ള ചുംബനം കൊടുത്ത് ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ, വിഭാരിനാകുമ്പോൾ, വിധവയാകുമ്പോൾ, അപ്പൊ മാത്രമായിരിക്കും രണ്ടാളുടെയും നിലയും വിലയും രണ്ടാക്കും മനസ്സിലാകുക. അതുവരെ ചിലപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അതുകൊണ്ട് വിവാഹം പിന്നെ ജോലിൻ്റെയും സെറ്റിലാകണീൻ്റെ ഒക്കെ പേര് പറഞ്ഞ് പലപ്പോഴും വൈകിപ്പോകുന്ന ഒരു രീതി നമുക്ക് പൊതുവെ സമൂഹത്തിൽ കാണാറുണ്ട്. അതോടൊപ്പം വിവാഹത്തിന്റെ പേരിലുള്ള കുറെ കാര്യങ്ങളും കാണാറുണ്ട്. അത് പ്രവാസിക്കും പ്രവാസി അല്ലാത്തവർക്കൊക്കെ ഉള്ള പ്രശ്നം തന്നെയാണ്. അത് ആ നിലക്ക് ഞാൻ അതിനെ ഈ സമയത്ത് അഡ്രസ് ചെയ്യാൻ വിചാരിക്കണില്ല. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ അറിയോ? ഭാരങ്ങൾ മുഴുവൻ ഭാര്യമാര് തലയിലിട്ട് കൊടുക്കും. വീട്, മക്കള്, ഉപ്പ, ഉമ്മ, വീട്ടിലെ പൂച്ചനെ വളർത്തൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ പൂച്ചനെ വളർത്തുമ്പോൾ ശരിക്കും വളർത്തണമെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കണം, അല്ലേ? ഇഞ്ചക്ഷൻ അതിൻ്റെ കാര്യം അടക്കം ഞാൻ എപ്പിസോഡിൽ വന്നൊരു മെസ്സേജാണ് ഇപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ മൗലവി മൂപ്പര പൂച്ചക്ക് ഇഞ്ചക്ഷൻ കൊടുക്കണതൊക്കെ ഞാനാ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂപ്പര് രാത്രി വിളിക്കുമ്പോൾ ഇപ്പം എനിക്ക് മൂപ്പര് വിളിക്കരുതെന്നാണ് ആഗ്രഹം. വിളിച്ച് തുടങ്ങുമ്പോൾ നല്ല കേൾക്കാറ്, പിന്നെ ആകെ വയലൻ്റായി വർത്താനം പറഞ്ഞ് എപ്പോഴാണ് ഫോൺ ചെയ്യാം? രാത്രി ഒരു നാട്ടിലെ ഒരു 9 മണിക്ക് മുമ്പ് ഫോൺ ചെയ്യുന്ന ആളുകളൊന്ന് കയ്യൊന്നിക്കും. നിങ്ങൾ പൊതിച്ചിട്ട് അപമാനമുള്ള കാര്യമൊന്നുമല്ല ഞാൻ ചോദിച്ചത്. നേരെ ഞാൻ തിരിച്ച് ചോദിച്ചത് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. രാത്രി 12 മണിക്ക് ശേഷം വിളിക്കണമല്ലോ ചോദിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നമ്മൾ ചോദിക്കൂല. രാത്രി 9 മണിൻ്റെ മുമ്പ് നാട്ടിലേക്ക് ഫോൺ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കയ്യൊന്നിക്കും. ഓക്കെ, ഒരുപാട് ആളുണ്ട്. ഒരു 20 മിനിറ്റെങ്കിലും സംസാരിക്കണമല്ലോ. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യമാര് നാട്ടിലുള്ള ഉമ്മയും ബാപ്പയൊക്കെ കുറച്ചൊക്കെ ക്ഷമിച്ചോളൂ. പക്ഷേ പുതിയ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പൊ പൊതുവെ 35-40 കഴിയുമ്പോൾ ഡിവോഴ്സുകൾ വരികയാണ്. ഇപ്പോൾ വിശ്വ യൂത്തിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റ് ഉണ്ട്. നമ്മളെ ഈ കമ്മിറ്റി വളരെ ദീർഘകാലമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എന്താണ്? ദാമ്പത്യം അറ്റ് 40+. 40 കഴിഞ്ഞവരുടെ ദാമ്പത്യം. 40 കഴിഞ്ഞവരുടെ ദാമ്പത്യം അത് പലപ്പോഴും ഡിവോഴ്സുകൾ വർദ്ധിക്കുകയാണ്. നിങ്ങളെ ചുറ്റുമുള്ള പിന്നെ ഡിവോഴ്സ് ആകുന്ന ആൾക്കാരെ വെറുതെ ഒന്ന് എടുത്തു നോക്ക്. അപ്പൊ ഈ വിഷയം കറക്റ്റ് മനസ്സിലാവും. അപ്പൊ ശരിക്ക് ഇതിപ്പോ മക്കളും ഇങ്ങനത്തെ സദസ്സിൽ ബാക്ക് എന്നാണ് കൊടുക്കുക കേട്ടോ. ഏറ്റവും ബാക്ക് എന്ന് കൊടുത്താലുള്ള ഗുണം ഒരു മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മനുഷ്യന്റെ ഒരു ജെനറ്റിക്കൽ ഇൻട്രസ്റ്റ് ഫുഡിനോടായിരിക്കും. ജെനറ്റിക്കൽ അത് സദസ്സിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ബാക്ക് നിന്ന് ഇങ്ങനെ കൊടുത്ത് പോരും. അപ്പോൾ ആരും അറിയില്ല. ഫുഡ് ഇങ്ങനെ ബാക്ക് നിന്ന് കൊടുത്ത് വരുമ്പോൾ പ്രസംഗിക്കുന്ന ആൾ മാത്രമേ കാണുള്ളൂ. 5 മുതൽ ഒന്ന് നടപ്പിലാക്കിയത് തണുത്തി ഇരിക്കുന്ന സദസ്സല്ലേ. ശരി. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് ചില പരിമിതിയൊക്കെ ഉണ്ട്. ചില ആളുകൾ നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കരുത്. ചില ആളുകൾ ഭയങ്കര മൊയന്തളാണ്. അതായത് ഇവന് ഒരു കൊല്ലത്തിലോ 2 കൊല്ലത്തിലൊക്കെയാണ് ചെല്ലുക. ആ ചെല്ലണീൻ്റെ ഇടയ്ക്ക് ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകുള്ളത് ഇവൻ്റെ കോളും ഇവൻ്റെ സംസാരമൊക്കെയാണ്. 2-3 ടൈപ്പ് മനുഷ്യന്മാരുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിങ്ങളൊരു കാര്യം ചെയ്തു കൊടുത്താൽ താങ്ക്സ് എന്ന് പറഞ്ഞാൽ മതി, അയാൾ ഓക്കെ ആവും. താങ്ക്സ് എന്ന് കേട്ടിട്ടില്ലെങ്കിൽ അവൻ്റെ കഥ. ഒരു താങ്ക് യു കൂടി ഇല്ല അറിയും. എന്നാൽ ചില ആളുകൾക്ക് താങ്ക്സ് എന്ന് പറയലാവില്ല വേണ്ടി വരും. അയാൾ വാട്സപ്പ് തുറന്നപ്പോൾ താങ്ക്സ് ഡാ ഒരു നല്ല ഹേർട്ടിൻ്റെ ചിഹ്നം കൂടി ഉണ്ടെങ്കിൽ അയാളിങ്ങനെ
ഭയങ്കര ആവേശമാവും. അത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്. അയാൾക്ക് കുറച്ചുകൂടി കാഴ്ച കൂടി. ആദ്യത്തെ ആൾ ഓഡിറ്ററി എന്നാണ് അയാൾക്ക് പറയാം. അയാൾക്കൊരു ഓഡിയോ മതി, കേട്ടാൽ തന്നെ ഓക്കെയാണ്. രണ്ടാമത്തെ ആൾക്ക് അത് കുറച്ചുകൂടി ഒരു കാഴ്ച കൂടി വേണ്ടി വരും, അതൊരു സാറ്റിസ്ഫാക്ഷൻ വരണമെങ്കിൽ. മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അയാൾക്ക് ഒരു ഹഗ്ഗും കൂടി കൊടുക്കേണ്ടി വരും, താങ്ക് യുടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴായിരിക്കും അയാൾ സാറ്റിസ്ഫൈഡ് ആകുക. ഇതിലെന്താ സംഭവിക്കാറിയോ? ഈ ഫോൺ ചെയ്യണേ മൊയന്തറിന് ചങ്ങായില്ലേ, അവനൊരു ഓഡിറ്റർ, എന്താ എന്നിട്ട് സുഖല്ലേ, എന്നാ പിന്നെ വേറെന്തൊക്കെ, ഓനൊന്നും ചോദിക്കാനും പറയാനുണ്ടാവില്ല, എന്നാ നേരെ തിരിച്ചടി, എന്തടി എൻ്റെ വർത്താനം, സുഖല്ലേ, എന്താ വർത്താനം എന്നുള്ളതിന് ഒന്ന് സംസാരമൊക്കെ ഒന്നുകൂടി ഒന്ന് സ്ലോ ഡൗൺ ആക്കി അതിനൊരു റിതം കൊടുത്ത് പറയണമെങ്കിൽ ഭാര്യയ്ക്ക് നിങ്ങൾ ബെഡിൽ ഓരോ കൂടിയ അത്ര ആവേശം ഉണ്ടാവും, അല്ലേ? ഇപ്പൊ പലപ്പോഴും ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആളുകൾ, സ്ത്രീകൾ പറയുന്ന ഒരു കമന്റാണ്, മൂപ്പർക്ക് വേണ്ട ചില കാര്യമുണ്ട്, അതിന് മാത്രം മതി തന്നെ. അപ്പൊ നമ്മളെന്താ ചിന്തിക്കാറിയോ? പിന്നെ കുറെ സ്ത്രീകളൊക്കെ ദീനിയായിട്ട് സലഫിയത്ത് നന്നായി പഠിച്ച ആൾക്കാരാകുമ്പോൾ ഇതിലുള്ള ഇസ്ലാമികമായ ഹദീസൊക്കെ അവർക്ക് അറിയും. ഭർത്താവിന്റെ ഇത്തരം ആവശ്യങ്ങൾ പരിഗണിക്കേണ്ട ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് പോലും എടുക്കാൻ പാടില്ല, അതല്ലെങ്കിൽ രാത്രിയിൽ അങ്ങനെ ഉറങ്ങിയ മലായിക്കത്തിന്റെ പിന്നെ ഇങ്ങനെ ശാപുണ്ടാവും എന്നൊക്കെ ഉള്ള സംഗതികൾ അറിയണോണ്ട് അവരിപ്പോ ഒരു വൺ സൈഡ് അതുമായിട്ട് ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. വൺ സൈഡ്. ഈ കഴിഞ്ഞ ദിവസം ദീനി രംഗത്തൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തി വന്നു. ഞാനത് പറഞ്ഞ്, നമ്മൾ പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഭയങ്കര നിരക്ഷരരായി പോകുന്നുണ്ട്. അയാളെ ഭാര്യയും തമ്മിൽ 1.5 വർഷമായി അവർ തമ്മിൽ ഒരു ബെഡിൽ ഉറങ്ങിയിട്ടില്ല. പക്ഷെ അവർ ഒരു കുടുംബമായി ജീവിക്കണം. രണ്ടാളുടെയും ഉള്ളിലെ ദീനി ബോധമാണ് കാരണം. എന്താ വിഷയം? ഒരാളൊരു ഓഡിറ്ററി മാൻ, മറ്റേതെന്താ, അവർക്ക് ഇതൊന്നും അല്ല, അവർക്ക് കുറച്ചും കൂടെ ഒരു അടുത്തിരിക്കലും ടച്ചിങ്ങും ഒക്കെ അവർക്ക് ആവശ്യമാണ്. അപ്പൊ സ്വന്തം പെണ്ണിനെ എങ്ങനെ ഒന്ന് തോളിൽ കൈയിട്ടിട്ട്, അല്ലേ, സ്വന്തം പെണ്ണിനൊന്ന് ഇങ്ങനെ തോളിലൊന്ന് കൈയിട്ടിട്ട് ഒന്നുണ്ട ചേർത്ത് പിടിക്കുന്നത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ഒരു മനോഗതം വലുതാണ്. ഇതേപോലെ പുരുഷന്മാർക്കുണ്ടാകും, ഇതേ അവസ്ഥകളിലൂടെ ഒക്കെ കടന്നു പോണേ, അല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഫെമിനിസ്റ്റ് വ്ളോഗർമാരുടെ വ്ളോഗൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ടാവും. വീട്ടിലെ അന്തരീക്ഷം അത്ര നല്ലതല്ലെങ്കിൽ ചില വ്ളോഗുകളിലേക്കൊക്കെ ചെല്ലും. ആ വ്ളോഗ് കേട്ടു തുടങ്ങുമ്പോൾ അതിന്റെ അടുത്ത സജഷൻസ് വരും. അതിൽ സ്ത്രീയുടെ ഭയങ്കര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ ഇവരൊരു തരം ലോകത്ത് കത്തും. പിന്നെ ഇത് വെച്ചിട്ടാണ് ഫുള്ള് ഡീൽ ചെയ്യുക. അങ്ങനത്തെ ഒരു മനോഗതത്തിലേക്ക് പോണ സാഹചര്യവും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, എല്ലാ ലോഡും കൂടി ഇവർക്ക് കൊടുത്തിട്ട് ഒന്നിലും ഇൻവോൾവ് ചെയ്യാതെ എന്ത് ചെയ്യും, പലപ്പോഴും ഒരു ഫോൺ ചെയ്യുമ്പോൾ പോലും ഒരു മാന്യമായ സംഭാഷണത്തിന്റെ സാഹചര്യങ്ങളൊന്നും ഒരുക്കാതെ ഉണ്ടാകുക, അല്ലെ? ഒരു നിശ്ചിത ദിവസങ്ങളിലെങ്കിലും ഒരു സ്വകാര്യതയിൽ ഫോൺ കുറ്റിട്ട് ആണ്. മുമ്പ് ഒരു പിസ്രോഡിൽ ഒരാൾ ചോദിച്ചു, ഭാര്യയോട് അശ്ലീലം പറയാമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞേ, ഭാര്യനോടല്ല നാട്ടിലെ പെണ്ണുങ്ങളോട് അവൻ്റെ പല്ലും കണ്ണും മൂറും അടക്കി ആൾക്കാർ കൊടുക്കൂലേ? അപ്പൊ ഇത് നമ്മളൊരു പ്രവാസിയാകുമ്പോഴും നമ്മുടെ പേഴ്സണൽ നീഡ് ഉണ്ടല്ലോ, അതേപോലെ നമ്മുടെ ഭാര്യന്റെ പേഴ്സണൽ നീഡും ഉണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, യഥാർത്ഥത്തിൽ മെസ്സേജുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. എനിക്ക് എന്നെ കാണാൻ പൂതിയാകുന്നു എന്ന് മാത്രം കിട്ടിയാൽ മതി ഒരു പെണ്ണിന് 6 മാസം പോകാൻ. ഒരാണിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു പെണ്ണിനോടും പറയണം, ഒരാണിനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കാമുകന്മാര് തമ്മിൽ എന്തുകൊണ്ടാണ് നീലട്ടിക്കായോ എന്നിങ്ങനെ നോക്കിക്കണേ? അങ്ങനെ ഉണ്ട്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് കണ്ടതാണ് ഞാൻ. നീലട്ടിക്കായോ എന്ന് നോക്കി ഇനി നിൽക്കാൻ എന്നെ കിട്ടില്ല എന്നൊക്കെ ഒരു സ്റ്റാറ്റസാണ്, ഒരാളുടെ സ്റ്റാറ്റസാണ്. എനിക്കറിയേണ്ട ഒരാളുടെ സ്റ്റാറ്റസാണ്. അപ്പൊ ഞാനൊക്കെ മെസ്സേജ് ബ്രേക്കപ്പ് ആയോ എന്ന് മെസ്സേജ് വെച്ചു. അപ്പൊ അയാളെങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്, തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഇത്തരം ഒരു അവസ്ഥയ്ക്ക് പോകണം. എന്തുകൊണ്ടാ ഇത്തരം അവസ്ഥയ്ക്ക് പോണത്? അവിടെ ഒരു ഹോർമോണിക് പ്രോസസ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഹോർമോണിക് പ്രോസസ്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യയിൽ ഒക്കെ, മാതാപിതാക്കൾക്ക് അങ്ങനെയാണ്, മക്കൾക്ക് അങ്ങനെയാണ്, ഒക്കെയാണ്. ഇപ്പൊ മക്കളെ, ഭാര്യനെ മാത്രമൊന്നുമല്ല, മക്കളെ ഫോൺ ചെയ്യണ്ടേ? മക്കളൊന്നും ഫോൺ ചെയ്യാൻ നേരം തന്നെ കിട്ടൂല. കിട്ടിയാലും ആനക്ക് മാത്സിന് എത്ര മാർക്ക് കിട്ടിയേ, ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് കാര്യം ഉണ്ടാവില്ല, അത് ആദ്യം ചോദിക്കണ്ടേ. നീ ഗോൾ അടിച്ചോ, അങ്ങനെ ഉണ്ട്, കളിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് പോയി കളിക്കുന്ന പറയലല്ലോ, പഠിക്കുന്നൊക്കെ പറയും, കളിക്കുന്നവരെ പറഞ്ഞിട്ടുണ്ടാവില്ല. ശരിക്കും കളിക്കാനൊരു സമയം നിശ്ചയിച്ചു കൊടുത്താൽ ആ സമയത്ത് കളിക്കുന്നു പറയണം, പോയിട്ട് കളിച്ചിട്ട് വാ എന്ന് പറയണം, അല്ലേ? അത് പലപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും ഫോണിംഗ് എന്നുള്ളതൊരു കലയാണ്, ഒരു ശരിയായ കലയാണ്. ആ കല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു സംശയമില്ല. ഇന്നിപ്പോൾ വാട്സാപ്പൊക്കെ വന്നുകൊണ്ട് എന്തെല്ലാം സൗകര്യമുണ്ട്, നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതുകൊണ്ട് എല്ലാം കൂടി കുടുംബിനിയുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. നമ്മൾ ഇവിടുന്ന് മോണിറ്റർ ചെയ്യേണ്ടൊക്കെ മോണിറ്റർ. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക, നമ്മളിതൊക്കെ കഴിഞ്ഞാണ്ട് ചെന്നിട്ട് നമ്മളിങ്ങനെ പിന്നെ നോക്കാൻ തുടങ്ങും. കറണ്ട് ബില്ലിലൂടെ വരുന്ന ഫാന് ഫുള്ള് കറങ്ങാണല്ലോ. നമ്മളവിടെ ഇങ്ങനെ ഒരു IG
ഒരു ഐജിന്റെ അല്ലെങ്കിൽ ഒരു ഡിവൈഎസ്പിന്റെ ചുമതലയില്ല പിന്നെ ഉണ്ടാകുക. അപ്പൊ കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ ഒരു പ്രത്യേക സ്വാതന്ത്ര്യത്തിന് ബ്ലോക്ക് ആവും. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, അപ്പൊ ഒരു പോയാൽ മതി, വണ്ടിയും വലിയ വേണ്ടിയില്ല എന്ന് പറയും. 100 കണക്കിന് കേസുകൾ അങ്ങനെ ഉണ്ട് അല്ലേ, 100 കണക്കിന്. ഇതെന്താ, ഇത് നേരെ മറിച്ച് 1 കിലോ മത്തി വാങ്ങിയാൽ ആ മത്തി വാങ്ങിയതടക്കം പറയും. എങ്ങനെ പറയാം, ഇന്ന് എന്തൊക്കെ വാങ്ങിയേ അയക്ക്, അങ്ങനെയല്ല. ഇന്ന് എന്തൊക്കെ വിശേഷം, ഇന്നിപ്പോ നിങ്ങൾ കൂട്ടി, എന്ത് മീനാന്നൊക്കെ ചോദിച്ചാൽ നമുക്കറിയാൻ്റെ വിലക്കെ മനസ്സിലായില്ലേ. എന്താ മീൻ വാങ്ങിയേ അല്ലേ, ഇടക്ക് കുട്ടികൾക്ക് നല്ലതൊക്കെ വാങ്ങിക്കൊടുക്ക്. ഇതൊക്കെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യുന്ന ഫാമിലികൾ ഉണ്ടാവും. നമ്മളെ കഷ്ടപ്പാടും നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഗണിച്ച് അതൊക്കെ ഭംഗിയായി മാനേജ് ചെയ്ത് പോണവരുണ്ടാകും. അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു പിന്തുണ കൊടുക്കണം. നേരെ തിരിച്ച് നമ്മളെന്താ പലപ്പോഴും ചോദിക്കുക, ആനക്ക് എന്താ അത്ര പണിയോടെ. ഒരു പെണ്ണ് ഒരിക്കലും എന്താ പറയാ ഇഷ്ടപ്പെടാത്തൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. പണ്ട് നമ്മളൊരു പിസറുടെ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ഞാനൊരു വാക്ക് പറഞ്ഞു. വാക്കെന്താ അറിയോ, ഗൾഫിലെ സ്ത്രീകൾക്ക് പിന്നെ താരതമ്യേന അവർക്ക് ജോലിഭാരം കുറവാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആകെ ഫീഡ്ബാക്ക് ഓപ്ഷൻ നിറഞ്ഞു. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത്, വോയിസും മെസ്സേജും ഒക്കെ കൂടെ. അപ്പൊ എന്താ, വളരെ ജെന്യൂനാണത്. ആ പറഞ്ഞത് ഭയങ്കര പ്രശ്നമാണ്. ഒരു സ്ത്രീ ഇവിടെ, ഇളയച്ചി അവിടെ, മൂത്തച്ചി അവിടെ, ഓരോരുത്തർക്ക് ഇത് എത്തുമ്പോണ്ടാണ് കുറച്ച് പ്രശ്നമുണ്ട്. നമ്മൾ പറഞ്ഞെന്താ, നമ്മൾ പറഞ്ഞ് പാടത്ത് പോകണ്ട, പട്ട വലിക്കണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു കുടുംബ പശ്ചാത്തലങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മളത് അടുത്ത ദിവസം തന്നെ കാര്യമായിട്ട് ഗൾഫിലെ സ്ത്രീകൾക്ക് ഭയങ്കര പണിയാണ് എന്ന് പറഞ്ഞ് ശരിക്കും പിൻവലിച്ചു. ഞാൻ പറയണത് ശരിക്ക് ജോലിയെ തൊടുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഒരു ഡിസ്കഷന്റെ ഇടയിൽ ചെറിയ കുട്ടികൾ, ഒരു പാല് കുടിക്കുന്ന കുട്ടി, പിന്നെ ഒരു 3-3.5 വയസ്സായ കുട്ടി, അതിൻ്റെ താഴെ വേറൊരു കുട്ടിയൊക്കെ ഉള്ള ഒരു ആള്, അയാളുടെ ഭാര്യയുണ്ട്. നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബം ഒന്നിച്ചിരിക്കുകയാണ്. നമ്മളെ അടുത്തൊരു സുഹൃത്താണ്. ഇവക്ക് എന്താണ് പണിയെന്ന് വെച്ചു കേട്ടോ. അപ്പൊ എന്റെ കുടുംബിനെ ഒരു മറുപടി കൊടുത്തു. മറുപടി എന്താ അറിയോ, ഒരു ദിവസം ഞാൻ 6 വട്ടം അസർ നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വേദിയിൽ പറഞ്ഞിട്ടുണ്ട്. 6 വട്ടം ഞാൻ അസർ നിസ്കരിച്ചിട്ടുണ്ട് പറഞ്ഞു. എന്താ, കുട്ടീനെ ഒന്ന് ഉറക്കിയിട്ട് നിസ്കാരത്തിന് കഴിയിട്ടുള്ളതിന് കുട്ടി കാര്യം പിന്നെയും പോകും. പിന്നെ 6ാമത്തെ വട്ടം നിസ്കരിച്ചെങ്ങനെ അറിയാം, കുട്ടീനെ എടുത്ത് നിസ്കരിച്ചാൽ മതിയല്ലോ അപ്പോഴാണ് ഓർമ്മ വന്ന്. എനിക്കറിയത് ഞാൻ അറിയില്ലല്ലോ, ഒരുപാട് പറയുമ്പോഴാണ് അറിയണത്. ഇങ്ങനെ ഒരുപാട് ചെറിയ മക്കളെയും കൂടി കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് സംഘർഷങ്ങൾ ഇവർ അനുഭവിക്കുന്നുണ്ട്. അടുത്തടുത്ത പ്രായത്തിലുള്ള ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചില ആൾക്കാർ കുട്ടികൾ ഒരുപാടുള്ളിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കും. മൂപ്പർക്ക് എന്താ അറിയാം, കുട്ടികൾ പെൺകുട്ടികളാണ്, കുട്ടികൾ മുടി കെട്ടാൻ അറിയോ, കുട്ടികളെ മുടി ശരിക്കും മടയാനറിയുന്ന ആൾക്കാരെന്ന് കേന്ദ്രിച്ചാണ്. കൈ ശരിക്കും ഒന്നിച്ചോളി, അഭിമാനമുള്ള കാര്യമല്ലേ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. പാമ്പേഴ്സ് ശരിക്കും ഇട്ടെടുത്ത് അതിന്റെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അതൊന്നും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരെ കൃത്യമായി നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തൊരു മേഖല ഭാര്യ ഭർത്തൃ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. ഞാനിവിടെ അതിന്റെ ചില ഭാഗങ്ങൾ പറഞ്ഞു. നിങ്ങൾ നോക്കുക, റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, ഇദാ അതാ അഹദുക്കും അഹ്ലഹു ഫൽയകുൻ ബൈനഹുമാ റസൂൽ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ബെഡ്റൂമിൽ സമീപിക്കുമ്പോൾ അവർക്കിടയിൽ ദൂതൻ ഉണ്ടാവണം. എന്താണ് ഉമർ റസൂൽ പ്രവാചകനോട് ചോദിച്ചു, എന്താ നബി റസൂലിനോട് ഉദ്ദേശിച്ചാൽ ഖുബുല വൽ കലാം, ചുംബനവും സംസാരമാണ്. അപ്പൊ സംസാരത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്, നമ്മൾ വളരെ പേഴ്സണലായ ഒരു സീക്രട്ട് ലൈഫിലെ ഒരു മിഷൻ നിർവഹിക്കേണ്ട ഒരു രാത്രി, അങ്ങനത്തെ ഒരു ദൗത്യം നിർവഹിക്കേണ്ട ഒരു രാത്രി. സഹോദരന്മാരെ, അത്തരൊരു കാര്യത്തിന് പോണതിന്റെ മുമ്പാണ് ഭാര്യയാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ എല്ലാ നെഗറ്റീവും പറഞ്ഞിട്ട് രണ്ടാളും വർത്തമാനം പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവും. എന്നിട്ടാണ് പിന്നെ എങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോവുക. ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, എല്ലാ നിലക്കും പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ കുളിച്ചിട്ടുണ്ടാവില്ല, നഖം വെട്ടിയിട്ടുണ്ടാവില്ല. ശരീരത്തിൽ ഓരോ നിശ്ചിത കാലയളവിൽ ക്ലീൻ ആക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്തുകളുണ്ട്. ഇതൊന്നും നിർവഹിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്നും ഇല്ലാതെ ജീവിതത്തിലെ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോവുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ അങ്ങാടിയിൽ പോയിട്ട് അവിടുന്ന് നല്ല ബിരിയാണി കഴിച്ച്, അത് കഴിഞ്ഞ് ബസ് കയറിൻ്റെ ശേഷം അവിടുന്ന് നല്ല കടല നിന്ന്, നമ്മുടെ നാട്ടിൽ അങ്ങാടി ചെന്ന് ഇറങ്ങിയപ്പോൾ അവിടെ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാലിച്ചായ, പിന്നെ അതിൻ്റെ കൂടെ ഒരു പൊറാട്ടി, പിന്നെ ഒരു ബീഫ് ഉണ്ടാവുമല്ലോ, അതും കഴിച്ച് പെരി ചെന്ന പോലെ ആവി പറക്കണ ബിരിയാണി എന്നതിന് വല്ല ടേസ്റ്റും ഉണ്ടാവുമോ? വയറിഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെയാണ് നമ്മളിങ്ങനെ ഒരു കാഴ്ച കണ്ടു ഫോണിൽ, എന്താ, ഒരു പുരുഷന്റെ ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു, പിന്നെ ഒരു പാട്ട് കേട്ടു. അപ്പൊ നമ്മളെ ഒരു ലൈംഗികതയെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കത്തിത്തീർന്നതിന്റെ ശേഷമാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ബെഡ്റൂമിൽ എത്തുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ ഈ ഫാമിലിയിൽ ഒരു ഇത് കിട്ടുന്നില്ല, അപ്പൊ വേറൊരു ഫാമിലിനെ നോക്കാന്ന് അവൻ തീരുമാനിക്കുക. ഇവനെ ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം? ഇവൻ്റെതൊക്കെ പുറത്ത് കത്തി തീർന്നിട്ടാണ് ഇവൻ പലപ്പോഴും ബെഡ്റൂമിൽ എത്തുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലും ഒരു ശരിയായ ശ്രദ്ധ യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. പ്രവാചകനോട് റൊമാൻറ്റിക് ആയിട്ടുള്ള ആരാളുള്ളത്? ഞാൻ വെള്ളം കുടിക്കും, അവിടെ പ്രവാചകൻ വായ വെച്ച് വെള്ളം കുടിക്കുമായിരുന്നതാണ്. എൻ്റെ മടിയിൽ പ്രവാചകൻ കിടക്കും, എന്നിട്ട് റസൂൽ ഖുർആൻ ഓതും. ഞാൻ ഹൈദുള്ളവളായിരുന്നു, അതിന് ഫിഖിന്റെ മസല മാത്രം എടുക്കും. ഹൈദുള്ള ഭാര്യയുടെ കൂടെ ഇരിക്കാം, കിടക്കാം, ഉറങ്ങാന്ന്. ഭാര്യന്റെ മടിയിൽ കിടക്കണവും തിരിച്ചു കിടത്തണോ ഒന്നും ഉണ്ടാവില്ല.
ഇന്നേ വരെ ഒരു സഹോദരിയുടെ ഒരു ടെക്സ്റ്റ് ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. എന്താ, എൻ്റെ ഭാര്യൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിലൊന്നും ഇങ്ങനെ പിടിച്ച് ഇന്നേ വരെ നടന്നിട്ടില്ല. റോട്ടിൽ നിന്ന് ഒന്നിങ്ങനെ എൻ്റെ കൈ പിടിച്ചിട്ട് നടന്നിട്ടില്ല ഇന്നേ വരെ. അപ്പൊ അത് വളരെ ചൈൽഡിഷാണ് ഓളെന്നാ ചങ്ങായി പറഞ്ഞത്. വളരെ ചൈൽഡിഷാ. ഓളെ ചേർത്ത് പിടിക്കണം, ഓക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വേണം. സർപ്രൈസ് ഗിഫ്റ്റ് ഇതൊക്കെ ഒരു അതിർത്തി വിട്ടുപോകണതൊക്കെ ഒരു ഇഷ്യൂ തന്നെയാണ്. പക്ഷേ എന്താ നമുക്കൊരു ഗിഫ്റ്റ് കൊടുത്താൽ എന്താ പ്രശ്നം? എന്തെങ്കിലും വിഷയമുണ്ടോ? പരസ്പരം ഇഷ്ടം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളിൽ പെട്ട ഒന്നാണിത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത്തരം ധാരാളം കാര്യങ്ങൾ പറ്റും. ഇതേപോലെ മക്കളോടുള്ള പെരുമാറ്റം, ഒന്നുകിൽ മക്കളെ അഴിച്ചു വിട്ട് വളർത്തും കേട്ടോ, ഒന്നുകിൽ മക്കളെ അഴിച്ചു വിട്ട് വളർത്തും, ഇല്ലെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാ. രാത്രി 2 മണിക്ക് തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി ഒരു ഒറ്റ ചവിട്ട നീ ചവിടുന്ന കയറും. ആരുടെ 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനോട്. എന്നിട്ട് നേരെ വലിച്ചിട്ട് സെഫ് കണ്ടിട്ടു. ഓനൊക്കെ യുക്തിവാദിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ആകുക? അപ്പൊ നമ്മൾ ഈ ഒരു കാരണത്തിൽ പറഞ്ഞു, ഞാൻ മോനൊന്നും കേൾക്കൂല മൗലവി. അപ്പൊ എന്താ കേൾപ്പിക്കണ അറിയോ? കേൾപ്പിക്കണത് വലിയ ദർസുകളാണ്. ക്ലാസ് എത്ര അറിയോ? 5ാം ക്ലാസ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് 2-3 സാധനങ്ങൾ അയച്ചു കൊടുത്തു. ഇത് മോൻ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അത് കേൾക്കുന്നുണ്ട് പറഞ്ഞു. എന്താ അറിയോ? നമ്മളെ ബാലവേദിന്റെ പരിപാടികളാണ്. അപ്പൊ മൂപ്പര് കുട്ടി സലഫിയത്തിൽ വളരണം. അപ്പൊ ഈ അന്തല്ലായ്മ കാട്ടുന്ന ഒരു പ്രശ്നത്തിലുണ്ട്. ഭയങ്കര ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. മക്കളെ വളർച്ചയിൽ നമ്മൾ പ്രവാസിയാണെങ്കിലും നമുക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഭാര്യമാർക്ക് ഒരിക്കലും മാനേജ് ചെയ്യാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും. അഡ്വാൻസ് ചെയ്യാന്നല്ല വേണ്ടത്. നമ്മൾ ടൂർ പോകില്ല, DJ ഒക്കെ ഉള്ള നമ്മൾ ടൂർ നമ്മൾ പോകില്ല. ചെറിയ പ്രായം പിന്നെ ടൂർ ചോദിക്കൂല. എന്താ സംശയം? ടൂറിന് ചോദിക്കൂല. പകരം നമ്മൾ ടൂർ പോകും. എങ്ങനെ? നമ്മൾ ഒന്നിച്ചു പോകും. അവിടെ ഒന്നിച്ചു പോകുന്ന ടൂറിൽ എല്ലാ മസാലയും ഇവിടെ പഠിപ്പിക്കാൻ നിൽക്കരുത്. അവിടെ കിട്ടിയാൽ എല്ലാ നിയമം കൂടി അവിടെ പഠിപ്പിക്കരുത്. അവിടെ അവനെ ഫ്രീ ആക്കി വിടുക. ഉപദേശിക്കാനും പഠിപ്പിക്കാനൊക്കെ വേറെ ടൈം എടുക്കുക. അതിന് തന്നെ എടുക്കാം, ഒരു പ്രശ്നമല്ല. അത് തെറ്റൂല എന്ന് ഉറപ്പിച്ചിട്ട് ഉപദേശിക്കുക. 10 തെറ്റുണ്ടെങ്കിൽ ആ പ്രയോറിറ്റി നിശ്ചയിച്ച് ആദ്യം ഏത് ക്ലിയർ ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പോകുക. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ഏറ്റവും അവസാനത്തേക്ക് പോകുമ്പോൾ സാമ്പത്തിക രംഗത്താണ്. ഇൻവെസ്റ്റ്മെന്റിൽ പെടാത്ത പ്രവാസികൾ പൊതുവേ ഉണ്ടാവില്ല. ഇൻവെസ്റ്റിൽ കൊടുക്കുക, ഫ്രോഡ് ഇൻവെസ്റ്റിൽ കൊണ്ടുപോയിട്ട് പൈസ ഇടുക, എന്നിട്ട് സങ്കടപ്പെടുക അല്ലേ? ഒന്നും പഠിക്കൂല, ഇതെന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പഠിക്കൂല. കുറച്ച് പൈസ ഉണ്ട്, അവിടെ കൊണ്ടിടും. ഇത് 2 കടം, അന്തല്ലാതെ കടം വാങ്ങി എന്താണ് ഒരു രക്തസാക്ഷിക്ക് പോലും പുറത്ത് കിട്ടാത്ത കാര്യമാണെന്ന് പലപ്പോഴും എന്തെങ്കിലും ഓർക്കൂല. അതേപോലെ ദൂർത്ത്, ഇത് വെള്ളം അമിതമായി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പോലും അല്ലെ മാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഐസരിൻ നാസി സബ്ബൻ ലിമാഇൽ വുളൂഇ. പ്രവാചകനോളം വളുവിന്റെ വെള്ളം കുറച്ച് ഉപയോഗിച്ചിരുന്ന ഒരാളുമില്ല. ഇതൊക്കെ വിശദീകരിച്ചെടുത്ത് വളുവിന് ഉപയോഗിക്കുന്ന വെള്ളത്തിൽ പോലും ദൂർത്തു പാടില്ല എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോ പിന്നെ ഒക്കെ ചില ആളുകൾക്ക് എന്താ സ്റ്റാർബക്സ് മുതൽക്കുള്ള കുറെ ഐക്കണുകളുണ്ട്, ഇതേ പറ്റുള്ളൂ. വൺ ടൈം നല്ല അടിപൊളി ഒരു റിസോർട്ടിലേക്ക് നമ്മൾ കുട്ടീനെ കൊണ്ടുപോകണം, പൈസ ഉള്ളവരൊക്കെ കൊണ്ടുപോകണമൊക്കെ വേണം, അതിലൊന്നും സംശയമല്ല. ഒരു നിശ്ചിത ഡ്യൂറേഷനിലൊക്കെ വേണം. പക്ഷെ ഇതിലേക്ക് ഭയങ്കര പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ് അല്ലേ? ഓരോരുത്തർ ഇൻവെസ്റ്റ് കൊടുക്കാത്തവരും മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത് കളയണവരും എന്താ ജീവിതം പഴയ ജനറേഷനെ പോലെ പറ്റൂല, മൊത്തത്തിൽ ജീവിക്കണം എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. അവസാനം വീട് വരെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, ദീർഘകാലം ജീവിച്ചിട്ടുണ്ടാവും. നമ്മളാണ് മരിച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യ വിധവയാണ്. അത് ഏത് വീടാണ്? ഓർത്തോളി. നമ്മുടെ മക്കൾ അനാഥരാണ്. 3D വീടുണ്ടാക്കാൻ പറ്റും. 3D വലിയ വീടല്ല, നമ്മുടെ വലിപ്പത്തിന് ഒത്തിട്ടുള്ള ഒരു വീട്, എക്സ്റ്റൻഷൻ സാധിക്കുന്ന ഒരു വീട്, എപ്പോ വേണമെങ്കിലും എക്സ്റ്റൻഷൻ പറ്റും. അങ്ങനത്തെ ഒരു വീട്, വലിയ വീടുണ്ടാക്കിയിട്ട് അതില് ഈ അടുത്ത ദിവസം ദായി എന്നോട് പറഞ്ഞു, എൻ്റെ അനിയൻ എന്നെ വിളിച്ചു, എടാ ഞാൻ എൻ്റെ അടുക്കള കുറച്ച് വലിയതാണല്ലോ, അവിടേക്കൊന്ന് മാറി താമസിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് ഈ വീടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുന്നതാണ് അയാൾ വിചാരിച്ച്. അപ്പുറത്ത് എല്ലാവരോടും കുടുങ്ങി കഴിയാണ്. അപ്പോഴാണ് അടുക്കള വെക്കണത്. ഇതേ പറഞ്ഞ എന്നെ നെഞ്ചു പൊട്ടിപ്പോയി. ഞാൻ അവനെ കണിശമായി പറഞ്ഞു, എൻ്റെ വീട്ടിൽ നീ താമസിക്കണം. വലിയ കൊട്ടാരങ്ങൾ, അപ്പുറത്ത് ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്നവരുണ്ട്, പ്രളയജലം നക്കിയെടുത്തവരുണ്ട് അല്ലെ? വയനാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും കൊടുക്കാൻ അതിന്റെ 10 ഇരട്ടി വീടുണ്ട്. 1 ടൈം പോലും യൂസ് ചെയ്യാത്ത വീടുകളുണ്ട്. കൊല്ലത്തിൽ 3 ദിവസം മാത്രം യൂസ് ചെയ്യുന്ന വീടുകളുണ്ട്. 6 റൂമും വേണ്ട, ഒരു അടുക്കള റൂം, ഒരു റൂമും കൊടുത്താൽ മതി. അവരത് വൃത്തിയേടാക്കിയ ഒന്ന് പെയിന്റ് അടിച്ചാൽ മതി. എന്തെല്ലാം സംഗതികളുണ്ട് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. സംസം മാത്രം കുടിച്ച് ജീവിക്കാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാരാണ് ജിദ്ദിയിലൊക്കെ ഉള്ള ആൾക്കാർ. സംസം മാത്രം കുടിച്ച്, കാരണം പോയിന്റ് മനസ്സിലായില്ലേ? കൃത്യമായ ഇടവേളയിൽ ഹജ്ജ് ചെയ്യാൻ പറ്റിയാണ്. ഇതൊക്കെ ബാക്കി ഉണ്ടാവുള്ളൂ. ഇവിടുത്തെ നാഷണൽ ഹൈവേ ഒന്ന് ക്രോസ് ചെയ്യണതിനിടയ്ക്ക് ഏതോ ഒരു ഡ്രൈവറുടെ അശ്രദ്ധ മതി, നമ്മുടെ ശരീരം, നമ്മളൊക്കെ അസുല് പഠിച്ചതുകൊണ്ട് ഇവിടുത്തെ ഏതൊരു ശ്മശാനത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഗൗരവപൂർവം പ്രവാസി ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. നാട്ടുകെത്തിയിട്ടല്ല, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകെത്തിയിട്ട് ജീവിക്കാന്ന് ചില ആൾക്കാർ വിചാരിക്കുക. സമയത്തെ അന്യമായി ഉപയോഗിക്കുകയാണ്, സമയത്തെ അങ്ങനെ യൂസ് ചെയ്യാണ്. വെറും ഷോർട്സിലും റീൽസിലും ഒക്കെയാണ് പലപ്പോഴും ജീവിതം
പോകുന്നത്. അതുകൊണ്ട് അത്തരം മേഖലയിലൊക്കെ ശക്തമായ തിരുത്തുകൾ വരുത്തി ശരിയായ വിശ്വാസികളായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രൊഫഷണലുകളുടെ ഫാമിലി കോൺഫറൻസ് പ്രൊഫൈസ് എന്ന പേരിൽ നമ്മൾ ആരംഭിച്ച സീരീസിലെ 5ാമത്തെ സംരംഭം ഈ ജനുവരി 17-18 ഇൻഷാ അല്ലാഹ് കടലുണ്ടിയിൽ വെച്ച് നടക്കുകയാണ്. ഓരോ മൈൽ സ്റ്റോൺ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ വ്യക്തികളെ കണ്ടെത്താനും പുതിയ ഇടങ്ങളിലേക്ക് എത്താനൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. നാട്ടിലുള്ള ആളുകളെ അതിൻ്റെ ഭാഗമാക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നേർപ്പഥം വാരികയുടെ പ്രചാരണ കാലമാണ് നടക്കുന്നത്. നേർപ്പഥം ഒരാൾ വാങ്ങുമ്പോൾ, ഒരു വ്യക്തി നേർപ്പഥം വാങ്ങുമ്പോൾ ഒരുപാട് കാര്യത്തിന് കൂലുണ്ട്. അതിൽ നിന്ന് ലേഖനങ്ങൾ പുസ്തകങ്ങളായി പ്രസിദ്ധീകരിക്കുന്നു, ഒരു തഫ്സീർ വരുന്നു. നമ്മുടെ നിയമസഭയുടെ വായനാമുറി മുതൽ ഗ്രാമീണ വായനശാല വരെ എത്തിക്കാനുള്ള പദ്ധതി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു 5 എണ്ണം ഓഫർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഇവിടുത്തെ ഫിലിം സ്റ്റാറുകൾ മുതൽ ഇവിടുത്തെ നിയമസഭാ സാമാജികർ വരെ, പാർലമെന്റേറിയന്മാർ വരെയുള്ള ആളുകളിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു പ്രൊജക്ട് വിസ്മയ യൂത്തിന്റെ അണ്ടറിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.